നമ്മളിപ്പോ ട്രെയിനിന് പോകണോ ബസ്സിന് പോകണോ ഒറ്റപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് നേരെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ പോവാ. അവിടുന്ന് ബസ്സിന് പോയാൽ മതി. എന്താ അല്ല എന്തായി മറ്റേ ലോണിന്റെ കാര്യം? മാഷേ ആകെ ഇടങ്ങറായിട്ട് നിൽക്കുകയാണ്. അല്ല അപ്പൊ ബാങ്കുകാർ പറഞ്ഞ പേപ്പറൊക്കെ കൊടുത്തില്ലേ? പേപ്പറൊക്കെ കൊടുത്തു. ഓര് പറഞ്ഞ രേഖകളും വരുമാന സർട്ടിഫിക്കറ്റും കുടിക്കടൊക്കെ കൊടുത്തു. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ചാല് ഈ സ്ഥലം ഞാൻ വാങ്ങണ കാലത്തെ അതിൽ ഒരു മൈനറായിട്ടുള്ള ഒരാളുണ്ടേനും പോലെ. അപ്പൊ അയാളടുത്ത് ഒരു സമ്മതപത്രം കിട്ടണം, എന്നാലേ ഇത് തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാങ്കുകാരില്ലാത്ത ഇടങ്ങേറ് ഉണ്ടാക്കണം. എന്ന് വെച്ചാ അതായത് അന്ന് ഞാനാണ് ആ സ്ഥലം കച്ചവടമാക്കി കൊടുത്തല്ലോ. അതെ. അതെന്ന് 1974 ശ്രീധർ എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ സ്ഥലം വാങ്ങിക്കൊടുത്തത്. അത് ശ്രീധരന്റെ അച്ഛന്റെ സ്ഥലമായിരുന്നു. അപ്പൊ അതിന് ശ്രീധരന് ഭാഗം കിട്ടിയ സ്ഥലമാണ് വാങ്ങിക്കൊടുത്തത്. അന്ന് രജിസ്റ്റർ നടക്കുന്ന സമയത്ത് ശ്രീധരന്റെ ഒരു മകൻ മൈനറായിരുന്നു, ശീതളൻ പഠിക്കുന്ന കുട്ടിയായിരുന്നു അവൻ. ഇപ്പൊ ലോണ് കിട്ടണമെങ്കിൽ അയാളിപ്പോ മേജറായി. അയാളുടെ ഒരു സമ്മതപത്രത്തിൽ ഒപ്പുവേണമെന്നാണ് പറയുന്നത്. അത് വേണ്ടി വരും. അതിപ്പോ ആധാരത്തിൽ അത് എഴുതിയിട്ടുണ്ടാവും. അതെ, മൈനറാന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ അയാളുടെ ഒന്നുമില്ല, അയാളുടെ ഒരു NOC വാങ്ങിയാൽ മതി. അപ്പൊ അയാൾ എന്താ വെച്ചാലേ അയാളിപ്പോ ഇവിടെ ഒന്നല്ല, അയാൾ ഒറ്റപ്പാലത്താണ്. അവിടെ പോണം. അപ്പൊ ഇനി ഒറ്റപ്പാലം വരെ പോണ്ടേ? അവിടെ പോണം. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതാ. ഞാൻ വരണോ? വേണ്ട മാഷ് വേണ്ട, ഇനിയിപ്പോ 3 ആള് പോയിട്ട് അത് മുടങ്ങണ്ട. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട്. ഓ ആയിക്കോട്ടെ. അല്ല സൂത, മൊയ്തുവിന്റെ വീടിന്റെ അടുത്തുള്ള നിന്റെ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞിട്ടു ശരിയാ? അല്ല, അതിപ്പോ തൽക്കാലം കൊടുക്കണില്ലേ അത്. എന്താ ഈ വഴിക്ക് ഏതീനോ ഹൈവേ വരണ്ടെന്നൊരു സൂചന കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അധിക വില കിട്ടൂല, അവിടെ കിടക്കട്ടെ. ശരി മാഷേ, നിങ്ങളെങ്ങോട്ടാ പോണേ? ഞാൻ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. ശരി കേട്ടോ. ശരി, പോണ വഴിക്കല്ലോ ഓട്ടം കിട്ടിയ കയ്യാട്ടിക്കോട്ടോ. പറഞ്ഞ് മനസ്സിലാക്കി. ശീതളുണ്ടോ? ഹലോ, ഞാൻ ഉണ്ടെന്നല്ലേ പറഞ്ഞു. ഞാൻ കൊടുക്കാം, ഇല്ലെന്താ കുഴപ്പം? സന്ധ്യ ഉണ്ടല്ലോ. രാവിലെ അടിക്കുന്നുണ്ട്. കാണാമെന്നാ ഞാൻ വിളിക്കാം. പൊന്നാരത്തി ശീതളങ്ങളല്ലേ? പൊന്നാരത്തുകാരുടെ വർത്താനം പറയണ്ട. പൊന്നാരത്തുകാരുടെ വർത്താനം പറഞ്ഞിട്ട് രാവിലെ കൊണ്ട് കയറണ്ട. ഇത് ശീതളനാണ്, ശീതളന്റെ വീടാണ്. എന്നെ കൊണ്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇന്നലെ വിളിച്ചിരുന്നു. നിങ്ങളെ ഇന്നലെ വിളിച്ചിരുന്നു. ഞങ്ങൾ ഇന്ന് വരുന്നു പറഞ്ഞു. അപ്പൊ ഇന്ന് വരാൻ പറഞ്ഞു. എന്നാ വന്നോ. അതെ, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹായം വേണ്ടി, അതിന് വേണ്ടി വന്ന. സഹായം ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇപ്പൊ. അല്ല, സാമ്പത്തികമായിട്ടുള്ള സഹായം അല്ല.